വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പ്രവാസികളേറെ കാത്തിരുന്ന സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ജൂലൈ 25 ആകുന്നതോടെ ഇന്ത്യയിൽ കോവിഡ് രോഗവ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു. രോഗവ്യാപനം സംബന്ധിച്ച് പ്രത്യേക ഗണിത മോഡൽ ഉപയോഗിച്ച് ഏഷ്യയിലെ സമുന്നത സാങ്കേതിക സ്ഥാപനമായ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഡിസൈനർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത് തന്നെ. അതായത് മെയ് 21 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ പുതിയ രോഗികളുടെ എണ്ണത്തിൽ 97% കുറവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മെയ് 31 ആകുമ്പോഴേക്കും അത് 99%-ത്തിലെത്തുകയും ചെയ്യും. ജൂലൈ 25-ന് പുതിയ രോഗികൾ രാജ്യത്ത് ഇല്ലാതാകുന്ന 100% രോഗവ്യാപനമില്ലായ്മ എന്ന നിലയിലേക്ക് ഇന്ത്യയിലെത്തുമെന്നും SUTD വ്യക്തമാക്കുകയാണ്. രോഗബാധയ്ക്ക് സാധ്യതയുള്ളവർ, രോഗം ബാധിച്ചവർ, മുക്തരായവർ എന്നിവരുടെ തോത് കണക്കാക്കിയുള്ള SIR, അതായത് സസെപ്റ്റബിൾ, ഇൻഫെക്റ്റഡ്, റിക്കവേർഡ്, എപ്പിഡമിക് ഗണിത മോഡലാണ് ഇതിനായി SUTD ഗവേഷകർ അവലംബിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം മെയ് 29 ആകുമ്പോഴേക്കും ലോകത്ത് കോവിഡ് വ്യാപനം 97%-വും ജൂൺ 16 ആകുമ്പോഴേക്കും 99%-വും കുറയുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകത്ത് നിന്ന് പൂർണ്ണമായും കോവിഡ് ബാധ ഒഴിയുക 2020 ഡിസംബർ 8-നായിരിക്കുമെന്നും പഠനം പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ UAE-ൽ മെയ് 10 ആകുമ്പോഴേക്കും രോഗവ്യാപനത്തിൽ 97% കുറവുണ്ടാകുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. മെയ് 18-ന് രോഗവ്യാപനം 99% കുറയുമെന്നും ഗ്രാഫിൽ വ്യക്തമാക്കുന്നുണ്ട്. ജൂൺ 21-നായിരിക്കും UAE പൂർണ്ണമായും കോവിഡ് മുക്തമാവുക. അതായത് ഏപ്രിൽ 24 വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണ് താഴെയുള്ള ഗ്രാഫുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. സൗദിയിൽ മെയ് 21 ആകുമ്പോഴേക്കും രോഗവ്യാപനത്തിൽ 97% കുറവുണ്ടാകും. മെയ് 29 ആകുമ്പോഴേക്കും 99%-വും കുറവ് രേഖപ്പെടുത്തും. പൂർണ്ണമായും രോഗവ്യാപനം ഇല്ലാതാക്കാൻ ജൂലൈ 10 വരെ കാത്തിരിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ US-ൽ രോഗവ്യാപനം മെയ് 11 ആകുമ്പോഴേക്കും 97% കുറയുമെന്നും പഠനം പറയുന്നുണ്ട്. മെയ് 23 ആകുമ്പോഴേക്കും 99% കുറയും. US-ൽ പൂർണ്ണമായും കോവിഡ് രോഗവ്യാപനം ഇല്ലാതാകാൻ ഓഗസ്റ്റ് 26 വരെ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. അവർ വേൾഡ് ഇൻ ഡാറ്റ വെബ്സൈറ്റിൽ നിന്നാണ് SUTD കോവിഡ് ഗണിത മാതൃകയ്ക്ക് വേണ്ട വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന അഞ്ചാം പനി, മുണ്ടുനീര് തുടങ്ങിയ രോഗങ്ങളിൽ SIR മാതൃക നേരത്തെ പല രാജ്യങ്ങളിലും നിരീക്ഷിച്ച് വിജയിച്ചിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.